ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് അടയാണ്. പട എന്നിട്ട് എത്ര പ്രത്യേകതയെന്ന് തോന്നുന്നു. ഇലയൊന്നുമില്ല, അത് അട ഉണ്ടാക്കണം. അപ്പൊ ചട്ടിയിലേക്ക് ആദ്യം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു 3 അച്ച് വെള്ളം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് തിളക്കട്ടെ, നമുക്ക് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇത് തിളയ്ക്കുന്ന നേരം കൊണ്ടൊരു കാര്യം പറയാനുണ്ട്. ഇലയൊന്നും ഇല്ലാതെ കേട്ടാ അട ഉണ്ടാക്കണേ. സാധാരണ വീട്ടിലെ ഇലയൊക്കെ ഉള്ളപ്പോൾ അത്ര തോന്നാറില്ല ഉണ്ടാക്കാനായിട്ട്. ഇന്നിപ്പോൾ ഇലയൊന്നും ഇല്ലല്ലോ, ഇവിടെ ബാംഗ്ലൂരാണ്, ഇലയൊന്നും ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇലയില്ലാതെ ഒന്ന് ഉണ്ടാക്കാനൊന്ന് ശ്രമിക്കാമെന്ന്. തിളച്ച് വന്നിട്ടുണ്ട്. വേണ്ട ഇത് നമ്മുടെ തേങ്ങ കാണുന്നുണ്ടോ? തിളച്ചു, പക്ഷെ നിങ്ങൾ അലിഞ്ഞിട്ടില്ല. വെള്ളം ചെറിയ പീസായിട്ടുള്ള ബ്ലോക്സ് ഉള്ളതില്ലേ, അതൊക്കെ ഇട്ടിരിക്കുന്നുണ്ടായിരുന്നെ. അപ്പം അതിട്ടിട്ടൊന്ന് തിളപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ ജീരകം ചേർക്കണ്ട കേട്ടോ. ജീരകത്തിന്റെ പൊടി കുറച്ച് ചേർക്കുന്നുള്ളൂ, മോൾക്ക് ഒട്ടും ഇഷ്ടമില്ല. പിന്നെ ഏലക്കായ വേണ്ടവർക്ക് ചേർക്കാം, ചുക്ക് അതൊക്കെ ചേർക്കാം. ഏലക്കായ ഞാൻ ചേർക്കണില്ല, ജീരകം ഒരു നുള്ള് ചേർക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അലിഞ്ഞ് വരട്ടെ. ചക്കരൊക്കെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കാം കേട്ടോ. ഒരേ ഒരു ഉള്ളു തേങ്ങയിൽ ഒരു നുള്ളു ഉപ്പ്. ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാ. പിന്നെ നമ്മുടെ തേങ്ങ ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഉള്ളിലേക്ക് എന്നിട്ട് ഒന്ന് വലിച്ചെടുക്കണം, നന്നായിട്ട് വലിച്ചെടുക്കണേ. തേങ്ങ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മുറി തേങ്ങ, അതായത് ഒരു വലിയ തേങ്ങയുടെ പകുതി എടുത്തിരിക്കുന്നത് കേട്ടോ. പക്ഷെ ഇത് അത് കുറച്ചുള്ളൂ, ചിരകല്ലല്ലോ നമ്മൾ ചെയ്യണേ. നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മിക്സിയിൽ കൊത്താക്കിയിട്ട് അരിഞ്ഞിട്ട് ചെയ്യണം. അത് കാരണം തോന്നുന്നുണ്ട് വളരെ കുറച്ചുള്ളൂ, കുറച്ചായി പോയി. ഇതിന്റെ കൂടെ നമുക്ക് കുറച്ച് ആടമ്പലം കൂടി ചേർക്കാം അല്ലേ. വെള്ളത്തിന്റെ അംശം ഉണ്ട് കേട്ടോ. ഒന്ന് വറ്റട്ടെ, ഒന്ന് വലിഞ്ഞ് വരണം നന്നായിട്ട്. ആ സമയം കൊണ്ട് ഇത് കണ്ട ഈത്തപ്പഴം ചെറുതായി അരിഞ്ഞത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. പഴം ഉണ്ടെങ്കിൽ പഴം ചേർത്ത് കൊടുത്താൽ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. എന്നിട്ട് ഈത്തപ്പഴം ചേർത്തേക്കണം. ആ വെള്ളത്തിൽ കിടന്നിട്ട് ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആയി ഈത്തപ്പഴം. അല്ലെങ്കിൽ സോഫ്റ്റ് ആണ് ഈത്തപ്പഴം. കുരു കളഞ്ഞ് ആക്കി. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഫ്ലേവറിനനുസരിച്ച് കുറച്ച് ജീരകത്തിന്റെ പൊടി ഒന്ന് പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തോളൂ കേട്ടോ. ലാസ്റ്റ് ഇട്ടാൽ മതി ജീരകത്തിന്റെ, അപ്പൊ ആ സ്മെല്ല് നിൽക്കുന്നു. ഒരു പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ഞാൻ ഇതുകൊണ്ട് 2 പാത്രമാണ് കേട്ടോ പൊടി എടുക്കണം. ഞാൻ കുറച്ചുണ്ടാക്കണമെങ്കിൽ അറിയില്ല എന്താവും, അത് കാരണം അങ്ങനെ ചെയ്യണം. അപ്പൊ അത്ര തന്നെ വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് നന്നായി ഒന്ന് മിക്സ് ആവട്ടെ. വെള്ളം തിളച്ചൊടിങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇതിലേക്ക് അത്ര തന്നെ പൊടി എടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യണേ. തിളച്ചോണ്ടിരിക്കുന്നതിലേക്ക് വേണം ഇടാനായിട്ട്. കട്ട കെട്ടാതെ ഇങ്ങനെ മിക്സ് ആക്കാം നന്നായിട്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കയ്യിൽ നിന്നൊക്കെ ഇതൊന്ന് വിടിയിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് മൂടി വയ്ക്കാം. ഇങ്ങനെ ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കുകയാണ്. കൈ കൊണ്ട് ഇനി കുഴയ്ക്കുക. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്ന പറയാം. ശരി കേട്ടോ, നല്ല സോഫ്റ്റ്.
നന്നായി ഇനി കുഴച്ചെടുക്കാം. കുഴച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ എൻ്റെ മമ്മി ഉണ്ടാക്കണ പൊടി നല്ല വെള്ള കളറിലാണ്. ഇത് വാങ്ങണ പൊടിയല്ലേ. നോക്കിയത് ഇങ്ങനെയൊക്കെയാണ് കളർ. ഇതേ വെളിച്ചെണ്ണ കൊണ്ടുവന്ന പാത്രം ഇതാ കണ്ട. ബ്രാൻഡൊന്നും കാണിക്കുന്നില്ല കേട്ടോ, അതിൻ്റെ പ്രൊമോഷനാണെന്ന് വിചാരിക്കുന്ന ആൾക്കാർ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇതിന്നൊരു ചെറിയ ഉരുള ഇങ്ങനെ എടുത്തിട്ട് ഉള്ളിൽ വെച്ച് ഒന്ന് അമർത്തി കൊടുക്കാൻ പോവാണ് പുറത്തോടെ. കനം കുറഞ്ഞിട്ട് എന്താ ചെയ്യാം അല്ലേ. എണ്ണയുടെ അംശമുള്ള കാരണം എന്തുണ്ട്, ഇതിങ്ങനെ പരത്തുമ്പോൾ നന്നായി പരന്ന് വിടുന്നുണ്ട്. തുറക്കാൻ കിട്ടിയാൽ മതിയായിരുന്നു. ചപ്പാത്തിപ്പല കൊണ്ട് കോലുകൊണ്ട് ഒന്ന് പതുക്കെ ഒന്ന് ഉറ്റി കൊടുക്കും. പക്ഷേ ഓവറുണ്ട് ഒരു സംശയം. ഇങ്ങോട്ടും ചെയ്യാം കേട്ടോ, പോലെ ഇങ്ങനെയും ചെയ്യാം. കൊള്ളാലോ. ഏകദേശം എല്ലായിടത്തേക്കും ആയിട്ടുണ്ട്. തുറന്നു കൊടുക്കാം. തുറന്നപ്പോൾ കുറച്ചൊക്കെ ഇവിടെ പോകുന്നില്ല, ഒന്ന് മാറ്റിക്കാം. നമ്മുടെ എന്താ പറയുക, തേങ്ങയും ഇതായിട്ടുള്ള മിക്സ് ഇതിവിടെ വെച്ചു. കുഴപ്പമില്ല അല്ലേ. ഇനി ഇത് വെച്ചിട്ടൊന്ന് പതുക്കെ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്ത് നോക്കാം. ശരിയാവുന്നയാവട്ടെ അല്ലേ. കുഴപ്പമില്ല, എടുക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. സക്സസ്. അപ്പോൾ ഞാനൊരു പ്ലേറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ അടക്കൊട്ടനെ മാറ്റാം. വൗ, സക്സസ്. പല പല പാത്രങ്ങളിലാക്കി ഇട്ടോട്ടെ ഇങ്ങനെ വെച്ചേക്കണം. എന്താ ഇത് അങ്ങനെ തന്നെ വേവിക്കുകയാണ് ചെയ്യുന്നത്. ഇതാദ്യം വേവിച്ചെടുക്കാം. കാണിച്ചിട്ടേ എന്ത് പറ്റേ. അപ്പം അതേ ഒരെണ്ണം ദേ എടുത്തിട്ടുണ്ട്. എന്തൊക്കെ ഉണ്ട് കേട്ടോ, പൊളിച്ചോക്കട്ടെ. ഒരബദ്ധം പറ്റി. ഈ പ്ലേറ്റിലെ ഇത്തിരി എണ്ണയൊക്കെ ഉണ്ടായിരുന്നു വെക്കുന്നതിന് മുമ്പ്. നമ്മൾ അതുണ്ട് കേട്ടോ, പൊളി.